ഓക്കെ, ശ്രീ പല്ലിശ്ശേരി, ഈ ആർട്ടിസ്റ്റുകളെ അതുപോലെ പ്രൊഡ്യൂസേഴ്സിനെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു സംഘം വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ശ്രീ സുരേഷ് കുമാർ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ കലക്കവെള്ളത്ത് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് സ്വാഭാവികമായിട്ട്, ഏത് മേഖലയിൽ ആണെങ്കിലും. പക്ഷേ ഇത് ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നോക്കൂ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ ഫെഫ്കയും ഫിയോക്കും എല്ലാം ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ അതിനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, വാക്പോരിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ലേ ഇതിനെ കാണേണ്ടത്? അതിൻ്റെ ഒരു തുടക്കമുണ്ടായെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ സുഹൃത്ത് തന്നെയാണ് ജയൻ ചേർത്തല. ജയൻ ചേർത്തല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അമ്മയെ പ്രതികരിച്ചാണെങ്കിൽ അമ്മയിൽ വേറെ എത്രയോ ആൾക്കാരുണ്ട്. ജയൻ പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. ജയൻ ഈ അടുത്ത കാലത്ത് സംഘടന തീരുമാനങ്ങളിലേക്ക് വന്ന ഒരാളാണ് ശരിക്കും. അപ്പോൾ ജയൻ്റെ പുറകിൽ ഇതിനൊരു രാഷ്ട്രീയ നിറം കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം മാറ്റി നിർത്തണം. സിനിമയ്ക്ക് ഇവിടെ ഒരു രാഷ്ട്രീയം വേണ്ട എന്നുള്ളതാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, രാഷ്ട്രീയ ചിന്താഗതിക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് പണം എറിഞ്ഞുള്ളൊരു കളിയാണെന്ന് ആലോചിക്കണം. ശരിക്കും ഒരു ഗാംബ്ലിംഗ് ആണ് സിനിമാ നിർമ്മാണം ആലോചിക്കണം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അത് നഷ്ടം പ്രൊഡ്യൂസർക്ക് മാത്രമാണെന്ന് ആലോചിക്കണം, അല്ലേ? ഈ അഭിനയിക്കുന്ന ആൾക്കാർ കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് പോയി, അവർ പോയി. അവർ പടം പൊട്ടിയാൽ അവർക്ക് പ്രശ്നമില്ല, ലാഭം കിട്ടിയാൽ അവർക്ക് പ്രശ്നമില്ല, അതൊന്നുമില്ല. അവർ വാങ്ങിച്ച് പോയി. മുമ്പ് പ്രതിഫലം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പടം പരാജയപ്പെടുമ്പോൾ പ്രൊഡ്യൂസർമാരെ സഹായിക്കുക എന്നുള്ളൊരു നല്ല മനസ്സ് പല നടന്മാർക്കുണ്ടായിരുന്നു. ഇപ്പോൾ പല ഭാഷകളിലുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ അടുത്ത് ഇപ്പോൾ രജനീകാന്ത് പോലും തൻ്റെ പഴയ സുഹൃത്തുക്കളിൽ പല പ്രൊഡ്യൂസർമാർക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. വിജയ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കും. ഇപ്പോഴും നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് അതില്ല. ഞാൻ രക്ഷപ്പെട്ടു പോയല്ലോ. ഈ ട്രെയിൻ പോകുമ്പോൾ എൻജിൻ ഉണ്ടെന്ന് ശരിയാണിത്. എൻജിൻ്റെ പുറകെ ബോഗി ഉണ്ടാകുമ്പോൾ അവസാനത്തെ ബോഗി മാത്രമായി അത് വേറിട്ടൊരു ബോഗിയായി പ്രൊഡ്യൂസർ മാറാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, എന്നും പറയുന്നു, സിനിമയുടെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കളാണ്. പണം മുടക്കാൻ ഒരാളില്ലെങ്കിൽ ഈ ഒരു കളിയൊന്നും ഇവർക്ക് നടക്കില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ മോഹൻലാൽ കുറേ നല്ല സിനിമ എടുത്തിട്ടുണ്ട്. ആ നല്ല സിനിമ എടുത്ത് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ടില്ലേ? നല്ല സിനിമ എടുത്ത് പൊട്ടി പൊളിഞ്ഞു. അപ്പോൾ നിർമ്മാതാവിൻ്റെ വേദന മോഹൻലാലിനറിയാം. ചില സിനിമകൾ അത്ര പൊട്ടിയിട്ടില്ലെങ്കിലും നിർമ്മാതാവിൻ്റെ വലിയ വേദന മമ്മൂട്ടിക്ക് അറിയില്ല. അതേ സ്ഥാനത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ഇവിടെ ദിലീപ് 2020 അമ്മയ്ക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തില്ലേ? എല്ലാവരും സഹകരിച്ചില്ലേ? കോടികൾ ലാഭം കിട്ടിയില്ലേ? ആ സഹകരണം എന്തുകൊണ്ട് സിനിമയിൽ വന്നുകൂടാ? നിങ്ങൾ ഒരുമിച്ച് നിൽക്ക്, ഒരു കണ്ടീഷൻ വെക്ക്. പടം പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ വാങ്ങിയതിൻ്റെ ഇത്ര ശതമാനം പ്രൊഡ്യൂസർക്ക് തിരിച്ചു തരാം. ലാഭം കിട്ടുകയാണെങ്കിൽ ഇത്ര ശതമാനം ഞങ്ങൾക്ക് വേണം. അങ്ങനൊരു കൂട്ടായ്മയോടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെ നിങ്ങൾക്ക് നീങ്ങിയാൽ എന്താണ് കുഴപ്പം? ഒരാൾ തന്നെ സമ്പത്തുണ്ടാക്കുക, ആ ഒരാൾ തന്നെ സമ്പത്ത് കുമിഞ്ഞുകൂടുക, ആ സമ്പത്തിൻ്റെ പേരിൽ സേനാധിപതി അധിപനാവുക, രാജാവുക, കുറേ അനുചരന്മാരുണ്ടാവുക. അതൊന്നും മലയാള സിനിമയിൽ ശരിയല്ല. പിന്നെ എനിക്ക് വേദനയായിട്ട് തോന്നി മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാറിൻ്റെ മകളെ കീർത്തി, ഞാൻ കൊച്ചുകുട്ടി കണ്ട കീർത്തിയെ മാത്രമല്ല, കീർത്തി മലയാള സിനിമയിൽ വലിയ എമൗണ്ട് വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. കാരണം ബാലനടിയായിട്ട് വന്നിട്ടില്ല. മറ്റു ഭാഷകളിൽ ഇവിടെ നയൻതാര എത്ര കോടി വാങ്ങുന്നുണ്ട്? ഇങ്ങനെ ഇവിടുന്ന് പോകുന്ന മഞ്ജു വാര്യർ എത്ര കോടി വാങ്ങുന്നുണ്ട്? മലയാള നടന്മാർ എത്ര കോടി വാങ്ങുന്നുണ്ട്? ബഹുഭാഷകളെ മാറ്റിയെടുത്ത് തമിഴ്നാടിൻ്റെ സിനിമ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ തിയേറ്റർ എത്രയോ ഇരട്ടി തിയേറ്ററുകളാണ് അവിടെ ഉള്ളതെന്ന് ആലോചിക്കണം. സിനിമ അവിടെ ഒരു വ്യവസായമാണ്. അവിടുത്തെ സിനിമ അധികം തകർച്ച നേരിട്ടിട്ടില്ല എന്നാലോചിക്കണം. അത്രയും വ്യാപിച്ചു കിടക്കുന്ന ആലോചിക്കണം. അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയാണ്. ഇന്നേ വരെ ഒരു ആരോപണം വന്നിട്ടില്ല. ആരോപണം വന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള സംഘടന അവിടെ ഉണ്ടെന്ന് ആലോചിക്കണം, ഇല്ലേ? ഇപ്പോൾ ഓരോരുത്തർ വാങ്ങുന്ന കോടികളല്ലേ, ആ കോടികൾ കണക്ക്. ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസർ വന്ന് വിളിച്ചാണ്, സുരേഷ് നിങ്ങളുടെ മകൾ ഇത്ര കോടി രൂപയാണ് വാങ്ങിയിട്ടുള്ളത്, കുറയ്ക്കാൻ പറയേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. തെലുങ്കിൽ നിന്ന് വന്നിട്ടില്ല, അല്ലേ? ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് ഹിന്ദി അടക്കം അവതരിച്ചിട്ടില്ലേ? പ്രിയദർശൻ ധാരാളം ഹിന്ദി സിനിമകൾ ചെലവ് ചുരുക്കി ചെയ്തിട്ടില്ലേ? മലയാളികളെല്ലാം ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ പ്രതിഫലമല്ല, ഇവിടുത്തെ പ്രതിഫലം താങ്ങാൻ പറ്റാത്തതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയില്ല എത്രയാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കൊടുക്കുന്നത് രണ്ടു കൂട്ടും പരസ്പര ധാരണയെത്തി ഇത്രയാണെന്ന് അറിയണം. പിന്നെ സർക്കാരിനെ കുറിച്ച് സർക്കാർ സിനിമയ്ക്ക് വേണ്ടി സഹായം ചെയ്യുന്നവർ തന്നെയാണ്.
ഇപ്പം സുരേഷ് കുമാർ ഇവിടെ സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാൻ ഇരിക്കുമ്പോൾ തന്നെയാണ് സിനിമയുടെ വിജയത്തിൻ്റെ ഇത്ര ശതമാനം വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ കലാകാരന്മാർക്ക് വേണ്ടി മാസം ഇത്രായിരം രൂപ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിനിമയുടെ വിജയം അതങ്ങനെ ആവശ്യം ആലോചിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ സാംസ്കാരിക ക്ഷേമനിധിയുടെ MD ആയിട്ട് ബന്ധപ്പെട്ടു, മായ മേഡമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഒരു ഡള്ളാണ് ഇപ്പോൾ സിനിമ, ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ പോലും പൈസയില്ല. അപ്പം അതിന് സഹായിച്ച ചില സിനിമകൾ അടുത്ത കാലത്ത് റിലീസ് ചെയ്തു. അതിൻ്റെ സന്തോഷത്തിലാണ്, അതിൻ്റെ പണം എടുത്തിട്ടുള്ളതാണ് സാംസ്കാരിക ക്ഷേമനിധിയിൽ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് ആലോചിക്കണം. ഇങ്ങനെയെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് നിങ്ങൾ കൊടുക്കുമോ? നിങ്ങൾ ഒരു ശരിക്കൊരു നിബന്ധന കൊടുക്കുമ്പോൾ പറയണം, നടന്മാർ വാങ്ങുന്ന എമൗണ്ട് കൂടുതലാണെന്ന് അവിടെ ഒരു പരാതി കൊടുക്കുമ്പോൾ എമൗണ്ട് എത്രയാണ് വാങ്ങുന്നത്, എത്രയാണ് കൃത്യമായൊരു കണക്ക് കൊടുക്കണം. ആ കണക്ക് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാരണം ഇത് ടാലി ചെയ്യാൻ പറ്റുക? അപ്പം ആ കാര്യത്തിൽ നിർമ്മാതാക്കൾ ആരും വേറെ മൂടിയേക്കേണ്ട ആവശ്യമില്ല. പണം അല്ല, ഈ കണക്കുകൾക്ക് കഥകൾ പറയാനുണ്ട്. നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞതും അതാണ്, കണക്കുകൾക്ക് കഥകൾ പറയാനുണ്ട്. പക്ഷേ ഒരു സുതാര്യത ഉണ്ടാവണമെങ്കിൽ കണക്കുകൾ അല്ലേ അത് അവതരിപ്പിക്കപ്പെടേണ്ടതാണ്, അത് പുറത്തുള്ളവർ അറിയേണ്ടതുമാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അറിയാം എന്ത് ബാക്കി എല്ലാ കണക്കുകളിലുള്ള നമ്മൾ എല്ലാ കണക്കുകളും ഒരു രാജ്യത്ത് അറിയുന്നില്ലേ? എന്തുകൊണ്ട് ഇവരുടെ കണക്കുകൾ മാത്രം? ഒന്നാമത് ആലോചിക്കേണ്ടത്, നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു സിനിമ എടുക്കാൻ പോയി, ഞാനിപ്പോൾ ഒരു 50 കോടിയുടെ സിനിമ എടുക്കുമ്പോൾ എവിടെന്ന് ഈ പണം എവിടെന്ന് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? സിനിമയിൽ കള്ളപ്പണങ്ങളല്ലേ കൂടുതൽ വരുന്നത്. ഈ കള്ളപ്പണങ്ങൾ സ്രോതസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഏജൻറ്റുമാരെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ തേടി പോകുമ്പോൾ തൊടാൻ പേടിയായിരിക്കും ആലോചിക്കണം. കാരണം അത് അങ്ങ് ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ കോടികൾ ചെലവഴിച്ച് സിനിമ എടുക്കണം. എന്തിനാ കോടികൾ ചെലവഴിച്ച് സിനിമ എടുക്കുന്നത്? ഇപ്പോൾ നേരത്തെ VBK പറഞ്ഞു, VBK മിക്ക സിനിമയും ഞാൻ കവർ ചെയ്യാൻ പോയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നതെന്ന് പറയും, ഞങ്ങൾ അട്ടപ്പാടിയിൽ വെച്ച് ആ പടം ചെയ്തു, ഭരതേട്ടൻ സംവിധാനം ചെയ്തു, MT എഴുതി, മോഹൻലാൽ അഭിനയിച്ചു, സുമലതയുണ്ടായിരുന്നു, ബാലങ്കയുണ്ടായിരുന്നു, സലി കൗസ് നടൻ ഹലോ അങ്ങനെ കുറച്ച് വിരലിലിടാവുന്ന താഴ്വര കുറച്ച് ഞാൻ 3-4 ദിവസം അവിടെ ഇടാറുണ്ട്. അതറിയാം, അത് നമ്മൾ ഒരു ഉത്സവം പോലെയാണ് ആഘോഷിച്ചത്. ഒരു ലൊക്കേഷൻ അവിടെ എത്ര സഹകരിച്ചു, വിരലിലുണ്ടാവുന്ന കഥാപാത്രങ്ങൾ, മനോഹരമായ സിനിമയായിരുന്നില്ലേ? ഇങ്ങനെ മനോഹരമായ സിനിമ നിങ്ങൾ പ്ലാൻ ചെയ്യൂ. അതെന്താ ചെയ്യാത്തത്? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾ വിദേശത്ത് വെച്ച് എന്തിനാണ് നിങ്ങൾ കൂടുതൽ സിനിമ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം? അവിടത്തേക്കാൾ ഭംഗിയേറിയ പ്രകൃതിരമണീയമായ എല്ലാം കേരളത്തിൽ തന്നെ ഇല്ലേ? കേരളത്തിലേക്ക് മണിരത്നം, വിദേശികളും, അമിതാഭ് ബച്ചൻ അടക്കമുള്ളവരെല്ലാം മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാൻ വരുന്നവിടെ. ഇത്രയും മനോഹരമായ സ്ഥലം ഇവിടെയുള്ളപ്പോൾ വിദേശത്ത് ഷൂട്ട് ചെയ്യുന്നത് സിനിമയെ നന്നാക്കാനല്ല, അവിടെ പണത്തിൻ്റെ വെട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട്. ഇതാരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഞാനിത് പറഞ്ഞത് മാത്രം കരുതി ഞാൻ മാത്രമേ പറയുള്ളൂ, വേറെ ആരും പറയില്ല എന്ന് എനിക്കറിയാം. ഒരു പ്രശ്നം വരുമ്പോൾ ശ്രീ പല്ലിശ്ശേരി ഒറ്റ കാര്യം, ഇപ്പോൾ ഈ വിദേശത്ത് ഷൂട്ടിംഗ് അത് പരാമർശിച്ചത് കൊണ്ട് ഒരു കാര്യം അറിയിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് അല്ലേ, റാം. എനിക്ക് തോന്നുന്നു 5-6 വർഷമായി അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് എന്ന്. 5-6 വർഷമായി ഷൂട്ടിംഗ് നടക്കുകയാണെന്നാണ് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജിത്തു ജോസഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 വർഷം മുമ്പ്, ആ സമയത്ത് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഈ പടത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരുന്നു. അത് കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലുള്ള ഒരു പ്രൊഡ്യൂസർ ആണ്. അത് കോടികൾ ഇങ്ങനെ പോവുകയാണ്. ഇനിയും എത്രയോ വിദേശ രാജ്യങ്ങളിൽ അതിൻ്റെ ഷൂട്ടിംഗ് അത് തുടരേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി പ്രൊഡ്യൂസർ ഇപ്പോൾ പിൻവലിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിദേശത്ത് ചിത്രീകരണം അത് ഒരുപക്ഷെ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ പ്രൊഡ്യൂസറുടെ കീശ കാലിയാവുകയല്ലേ? തീർച്ചയായും. ഞാൻ വേറൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഈ പ്രൊഡക്ഷൻ്റെ കാര്യമാണത്. ഇപ്പോൾ ശശികുമാർ എന്നുള്ള സംവിധാനം ഇവിടെ നടന്നു ഹിറ്റുകൾ എടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന് സിനിമയുടെ ക്വാളിറ്റി കുറവുണ്ടായിരിക്കും, പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ലൊക്കേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സീൻ എടുക്കുമ്പോൾ ഒരു വലിയ കടാര പോലുള്ളൊരു സാധനമാണ് വേണ്ടത് സത്യത്തിൽ. ആ കടാര അവിടെ ഇല്ല. കടാര വാങ്ങി കൊണ്ടുവരുമ്പോൾ ഒരു സമയമെടുക്കും, ഷൂട്ടിംഗ് അപ്പം മുടങ്ങും. അപ്പോൾ അസിസ്റ്റൻ്റോട് ചോദിക്കുകയാണ്, സാർ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള വയ്ക്കുന്നത്. അപ്പോൾ ശശികുമാർ സാർ, ഒരാളെ കൊല്ലാനല്ലേ, ഒരു പിച്ചാത്തി പോലും കൊണ്ടേ, ഒരു പിച്ചാത്തി കിട്ടാനുണ്ടോ എന്ന് ഒരു പിച്ചാത്തി എടുത്ത് കൊടുത്തു.
ആ പിച്ചാത്തി കൊണ്ട് ആ സീൻ മനോഹരമായി ചിത്രീകരിച്ചു. ഇന്നേ വരെ ആ സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ടില്ല. സിനിമ ഹിറ്റായിരുന്നു. ഇങ്ങനെയും കുറേ നടക്കണം. ഞാൻ വേറൊരു കാര്യം കൂടി പറയണം. വിജി തമ്പി എന്നുള്ള സംവിധായകൻ ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആദ്യം ഒരു ടെലിഫിലിമാണ് തരും. ഒരു ടെലിഫിലിൻ്റെ മനോഹരമായി ഷൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, തമ്പി ഇതെവിടെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്ന്? അപ്പോൾ തമ്പി ചിരിച്ചു ആദ്യം. അപ്പോൾ തമ്പി പറഞ്ഞു വെച്ചാൽ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ ഉണ്ടല്ലോ ഇവിടെ, അവിടുത്തെ ഗാർഡൻ ഉള്ള കുട്ടി, അതാണ് സാധനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പണി അറിയാവുന്നവൻ്റെ കയ്യിൽ പണി അറിയാവുന്ന സാധനം കൊടുത്താൽ നന്നായിട്ട് ചെയ്യും. ഇവിടെ പലരും എന്താ ചെയ്യുന്നത്? എന്തിന് നമ്മൾ ആദ്യം ഗവൺമെൻറ് സിനിമ നിർമ്മാക്കാൻ തീരുമാനിക്കുന്നത് വിദേശത്തുള്ള ഷൂട്ടിംഗ് കുറയ്ക്കുക. എന്തിനാണ് വിദേശത്ത്? ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഭ്രമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് കള്ളത്തരത്തിൻ്റെതാണെന്ന് ആലോചിക്കണം. അത് മാറ്റിയെടുക്കണ്ടേ? ഞാനിത് പറയും, എനിക്ക് ഒത്തിരി എതിർപ്പുണ്ടായിരിക്കാം. ഞാനിത് ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല എന്ന് ആലോചിക്കണം. മലയാള സിനിമയെ ഇങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ആദ്യം തീരുമാനിക്കുമോ? പ്രൊഡ്യൂസർ എല്ലാവരും കൂടി ഒരു വട്ടം തീരുമാനിക്കുക, ഇത്ര കോടിയിൽ കൂടുതൽ പണം മുടക്കാൻ പാടില്ല, ഇത്ര ദിവസം കൊണ്ട് ഷൂട്ടിംഗ് പ്ലസ് ഇട്ടോ. നിങ്ങൾ 40 ദിവസം പറഞ്ഞിട്ട് നിങ്ങൾ 50 ദിവസം ഇട്ടോ. നിങ്ങൾ 90 ദിവസം കഴിഞ്ഞ് 180 ദിവസത്തിലേക്ക് പോകരുത്. ഒരു ദിവസം ഷൂട്ടിംഗ് കൂടിയാൽ എത്രായിരം രൂപ ചെലവ് കൂടുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഇല്ലേ? അപ്പോൾ എത്രയോ എമൗണ്ട് കൂടി എന്തിനാ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? മുമ്പൊക്കെ നമ്മൾ പറയാണ്ട് ഫിലിം എക്സോസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫിലിമിന് ആവശ്യമില്ലല്ലോ. ഫിലിം എക്സോസ് ചില ഡയറക്ടർമാർക്ക് പഠിക്കാൻ വേണ്ടി കുറേ 10-100 എക്സോസ് ചെയ്യാറുണ്ട് തലയ്ക്ക്. ഇപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് ചിലവ് ചുരുക്കിയിട്ട് നല്ല സാധനം എങ്ങനെ കൊടുക്കാമെന്നുള്ള തീരുമാനമാണ് വേണ്ടത്. ആർട്ടിസ്റ്റുകളെ ഗ്ലാമർ സംരക്ഷിക്കാനും അവരെ മാർക്കിടാനും വേണ്ടിയിട്ടുള്ളതല്ല. സിനിമകൾ പരാജയപ്പെടുമെന്ന് പറയാൻ അവർക്ക് താല്പര്യമില്ല. അതാണല്ലോ ഈ അടുത്ത കാലത്ത് അവിടെയുള്ള പ്രശ്നം. ശരിക്കും പ്രശ്നം ഉണ്ടായപ്പോഴാണ് സുരേഷ് കുമാർ ഒരു സൂപ്പർ നടൻ്റെ സിനിമ ലാഭകരമല്ല എന്ന് അല്ലേ അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. എന്താ അത് പറയാത്തത്? അതെന്താ പറയാത്തത്? ആ നടൻ്റെ സിനിമ 8 നിലയിൽ പൊട്ടിയൊരു സിനിമയാണ് എന്ന് പറഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്ക്. പക്ഷെ അദ്ദേഹം മുൻപന്തിയിൽ വന്നിട്ടില്ല. അദ്ദേഹം പുറകിൽ നിന്നുകൊണ്ട് ചരട് പിടിക്കാമെന്ന് ആലോചിക്കണം. ആ സിനിമ പൊട്ടി എന്ന് പറയാൻ ഇദ്ദേഹം താല്പര്യമില്ല. കാരണം അവിടെ മാർക്കറ്റ് ഇടിഞ്ഞു എന്നത് അല്ലേ? അങ്ങനെ കുറേ സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാസം സിനിമയുടെ റിവ്യൂ ചെയ്യണം. ഇന്ന സിനിമ ഇത്ര കോടി ചെലവാക്കിയാണ് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. എന്താ പറയാൻ ഇത്ര മടി? അങ്ങനെ പറയുമ്പോൾ ഐ ആം ദ കിങ് എന്നൊരുത്തനും പറയില്ല. നിന്റെ പടം പൊട്ടിയിട എന്ന് തന്നെ പറയാം. പിള്ളേർ നിർമ്മിക്കണ പടം വെച്ച് കൊടുക്കുക. അവിടെ പറയണം, ഇന്ന് പുതിയ ആൾക്കാരെടുത്ത സിനിമ ഇതാണത്, ആ സിനിമയുടെ കോസ്റ്റ് ഇത്രയാണത്, ആ സിനിമയുടെ വരവ് ഇത്രയാണത്, ജനങ്ങൾ സ്വീകരിച്ച സിനിമയാണത്. ഇത് നമുക്കൊരു താരതമ്യ പഠനം ചെയ്തുകൂടെ? അതിനെന്താ മടി കാണിക്കുന്നത്? അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു സംഘടന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു തീരുമാനം കൂടി എടുത്തുകൂടെ? അപ്പം പിന്നെ നമ്മൾ വഴക്കുണ്ടാവണമെന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സംഘടനയാകുമ്പോൾ സംഘടന രീതിയിലേക്ക് പോകണം. പിന്നെ എനിക്കിപ്പോൾ